യുകെയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ നിരോധനത്തിന് പിന്തുണയുമായി എംപിമാർ 2030ഓടെ യുകെയെ പുകവിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് യുകെ സർക്കാർ. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം യുകെയിൽ ഘട്ടം ഘട്ടമായി പുകവലി നിർത്താനുള്ള പദ്ധതികളാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. 15 വയസ്സിനും അതിന് താഴെയുമുള്ളവർ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിയമവിരുദ്ധമാക്കാനുള്ള ബില്ലിന് പാർലമെന്റിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ ടൊബാക്കോ ആൻഡ് വേപ്സ് ബിൽ പാസ്സായത് 47-നെതിരെ 415 വോട്ടുകൾക്കാണ്. വളർന്നു വരുന്ന തലമുറയെ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നും അകറ്റി നിർത്താനാണ് യുകെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. യുകെയിലെ പുകവലി ഉൽപ്പന്നങ്ങളുടെ ദുരുപയോഗം കുറച്ചു വരുന്നതിന് വേണ്ടി ഋഷി സുനക്കിന്റെ സർക്കാരാണ് ആദ്യമായി ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഋഷി സുനക്കിന്റെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം ഇത് വീണ്ടും ചർച്ചയ്ക്കെത്തുകയായിരുന്നു. പാർലമെന്റിൽ കൺസർവേറ്റീവ്, ലിബറൽ, ഡെമോക്രാറ്റിക് തുടങ്ങിയ പ്രതിപക്ഷ നിരയിലെ പാർട്ടി അംഗങ്ങളാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ ക്രിസ് വിറ്റിയുടെ അഭിപ്രായത്തിൽ പുകവലി പൂർണ്ണമായും നിരോധിക്കുന്നത് ക്യാൻസർ, ആസ്മ, ഹൃദ്രോഗം, ഡിമെൻഷ്യ തുടങ്ങിയ ആധികാരികമായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. യുകെയിൽ പുകവലി നിരോധനത്തിന്റെ പരിധി ഇനി കൂടുതൽ വ്യാപിക്കും. പബ് ഗാർഡനുകൾ, ഔട്ട്ഡോർ റെസ്റ്റോറന്റുകൾ, സ്പോർട്സ് ഗ്രൗണ്ടുകൾ, ആശുപത്രി പരിസരം എന്നിവിടങ്ങളിൽ പുകവലി നിരോധിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ബ്രിട്ടനിൽ 3 ലക്ഷം പേരെ പുകവലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. അതിനാൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഒരു പുകവലി രഹിത തലമുറയിലേക്കുള്ള നീക്കം അവരുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ സംരക്ഷിക്കാൻ സഹായകരമായേക്കുമെന്നാണ് യുകെ സർക്കാർ വിലയിരുത്തുന്നത്. നാഷണൽ ഹെൽത്ത് സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പുകവലി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാൽ ഒരു വർഷം 80,000 പേർ മരണപ്പെടുന്നുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും വളരെ വലുതാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പുകവലി നിരോധിക്കുന്നതിനുള്ള സർക്കാർ നടപടികളെ ഒരു വിഭാഗം അംഗീകരിക്കുമ്പോൾ ഇത് പൗരാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും ആളുകൾ വാദിക്കുന്നുണ്ട്. പാർലമെന്റിൽ കൺസർവേറ്റീവ്, ലിബറൽ, ഡെമോക്രാറ്റിക് തുടങ്ങിയ പ്രതിപക്ഷ നിരയിലെ പാർട്ടി അംഗങ്ങളാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഇതിപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ അവതരിപ്പിച്ച ടൊബാക്കോ ആൻഡ് വേപ്പിംഗ് ബിൽ പ്രകാരം 2009 ശേഷം ജനിച്ചവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. ഓരോ വർഷവും ഇവ വാങ്ങാവുന്ന പ്രായപരിധി ഉയർത്തി നിരോധനം സാധ്യമാക്കാനാണ് ബില്ലിലൂടെ യുകെ ലക്ഷ്യം വെക്കുന്നത്. പുകവലി പൂർണ്ണമായും നിരോധിക്കുന്നത് ക്യാൻസർ, ജന്മവൈകല്യങ്ങൾ, ആസ്മ, സ്ട്രോക്ക്, ഹൃദ്രോഗം, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ കുറയ്ക്കുന്നതിന് സഹായമാകുമെന്നാണ് യുകെയിലെ ആരോഗ്യ വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഏകദേശം 3 ലക്ഷം ബ്രിട്ടീഷുകാർ രോഗബാധിതരാകുമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപിമാർ പുകയില നിരോധനത്തിനുള്ള ബില്ല് പാസാക്കിയിരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലേക്കാളേറെ പണം ഇവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ NHS ചെലവഴിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.